ഇന്റീരിയർ ചെയ്യുന്ന ആളുകൾക്ക് സ്ഥിരമായിട്ട് തെറ്റ് പറ്റുന്ന ഒരു ഏരിയയാണ് നമ്മൾ ഇന്നിപ്പോൾ പറയാൻ പോകുന്നത്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ബെഡ്റൂമിൽ തന്നെയാണ്. ബെഡ്റൂമിൻ്റെ കോട്ടും അതിൻ്റെ മേളിൽ വരുന്ന മാട്രസിൻ്റെ സൈസുകളുമാണ് സ്ഥിരമായിട്ട് മിസ്റ്റേക്ക് സംഭവിക്കാറ്. അതെന്തുകൊണ്ടാണ് ഞാനത് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കോട്ട് അതിൻ്റെ ഡയമെൻഷൻ സെറ്റ് ചെയ്യുമ്പോൾ മാട്രസിന് മാച്ച് ചെയ്തിട്ടായിരിക്കുമല്ലോ കോട്ട് സെറ്റ് ചെയ്യുക. അപ്പോൾ ഓരോ ബ്രാൻഡിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈസുകളായിരിക്കും ഉണ്ടാവുക. മൈന്യൂട്ട് ചേഞ്ചസ് ഓരോ ബ്രാൻഡ് മാറുന്നതിനനുസരിച്ചിട്ട് മാട്രസിന്റെ സൈസിൽ വ്യത്യാസം വരാറുണ്ട്. അതേപോലെ തന്നെയാണ് ഇതിന്റെ ഹൈറ്റും മാട്രസിന്റെ. നമുക്കിപ്പോൾ കംഫർട്ട് തരുന്നത് ഒരു 12 ഇഞ്ചിന്റെ മാട്രസ് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കോട്ടിന്റെ ഹൈറ്റ് കുറച്ച് കുറയും. ഇനി അതൊരു 10 ഇഞ്ചിൻ്റെതാണെങ്കിൽ അതിനനുസരിച്ചിട്ട് കോട്ടിന്റെ ഹൈറ്റ് കുറച്ച് വ്യത്യാസം വരുത്തിയാൽ നല്ലതായിരിക്കും. അപ്പോഴാണ് നമുക്ക് ആ ഒരു ടോട്ടൽ ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് പറ്റുക. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മാട്രസ് സൈസിനേക്കാളും, നമ്മൾ സെലക്ട് ചെയ്യുന്ന മാട്രസിനേക്കാളും അതിൻ്റെ സൈസിനേക്കാളും ഒരു 3 സൈഡ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിലും റൈറ്റിലും അതേപോലെ ഫുഡ് സ്പേസ് വരുന്നിടത്തും മാട്രസ് സൈസിനേക്കാളും ഒരു 2 സെൻറ്റിമീറ്റർ നമ്മളൊരു അഡീഷണൽ സ്പേസ് നമ്മൾ കോട്ടിന് കൊടുക്കണം. അത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല. ഇപ്പോൾ നമ്മുടെ ഈ മാട്രസിൻ്റെ മേളിൽ നമുക്ക് ക്യുൾട്ട് അതേപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ക്യുൾട്ട്സൊക്കെ ഇതിനടിയിലേക്ക്, ഈ മാട്രസിൻ്റെ അടിയിലേക്ക് ഫോൾഡ് ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് ആ ഒരു സ്പേസ് അത്യാവശ്യമാണ്. അപ്പോൾ ഇനി നമ്മളൊരു ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബെഡ്റൂം ഡിസൈൻ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിട്ടുപോകാതിരിക്കുക.